ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 30 ലക്ഷം രൂപ സുധി അഡ്വാൻസ് കൊടുത്ത് കഴിയുമ്പോഴേക്കും വിശ്വനാഥൻ ആ വീടിന്റെ താക്കോലും ഡോക്യുമെന്റ്സും ഒക്കെ സുധിയെ ഏൽപ്പിക്കുവാണ്. സുധിയും ശ്രുതിയും ചന്ദ്രയുടെയും രവീന്ദ്രന്റെയും കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് പറയുന്നുണ്ട്, വിശ്വനാഥൻ പറയുന്നുണ്ട്, അപ്പോൾ ശരി ഞങ്ങൾ ഇറങ്ങുക, ഇന്ന് വൈകിട്ടാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്, അതുകൊണ്ട് അധികം നേരം ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും സ്കൂട്ടാവുകയാണ് എളുപ്പം. എന്നിട്ട് പറയുന്നുണ്ട്, പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പൈസ ഞാൻ തന്നു തീർക്കണം, അപ്പോഴേ ഇത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ വീടായി മാറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിശ്വനാഥൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. സുധിയും ശ്രുതിയും ചന്ദ്രയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ 30 ലക്ഷമെങ്കിൽ 30 ലക്ഷം അത് കയ്യിൽ കിട്ടിയല്ലോ, എത്രയും പെട്ടെന്ന് ഈ നാട് വിടണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വിശ്വനാഥനും ഭാര്യയും കൂടി എളുപ്പം കിട്ടിയ കാറിൽ കയറി പോകുവാണ് ബംഗ്ലാവിന്റെ മുമ്പിൽ നിന്നും. വിശ്വനാഥന്റെ കാറ് ബംഗ്ലാവിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിലാണ് സച്ചിയും രേവതിയും കൂടി കാറിൽ അകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ രണ്ട് വണ്ടിയും തമ്മിൽ കൂട്ടിയിടിക്കാൻ പോകുന്നുണ്ട്. സച്ചി ദേഷ്യത്തിൽ കാറിന്റെ പുറത്തിറങ്ങും, വിശ്വനാഥന്റെ ഡ്രൈവറും കാറിന്റെ പുറത്തിറങ്ങുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ചീത്ത പറയുന്നുണ്ട്, വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഹോൺ അടിച്ചൂടെ, ഒരാൾ വണ്ടിയെങ്കിലും മുമ്പിലുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും വിശ്വനാഥന്റെ ഡ്രൈവറും ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ നോക്കി വണ്ടി ഓടിച്ചൂടെ, വണ്ടി ഓടിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ കാറ് കൊടുത്താൽ ഇതുപോലെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് പിടിക്കില്ലേ, വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നോ, ആർക്ക്, എനിക്കോ, വാ നമുക്കൊരു റേസ് വെച്ച് നോക്കാം എന്നൊക്കെ സച്ചി പറഞ്ഞ് ഈ പ്രശ്നം വഷളാകുമെന്ന് കാണുമ്പോഴേക്കും വിശ്വനാഥനും ഭാര്യയും പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, സാർ സോറി, ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ കുറേ സോറി പറഞ്ഞിട്ട് വിശ്വനാഥനും ഭാര്യയും വീണ്ടും കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് സുധിക്കൊക്കെ സംശയം തോന്നുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എളുപ്പം പരിഹരിച്ചിട്ട് അവർ കാറെടുത്ത് വീണ്ടും പോവാണ്. അപ്പോൾ ഇവർ തല്ലുപിടിക്കുന്ന ടൈമിൽ ബഹളം കേട്ടിട്ട് സുധിയും കുടുംബമൊക്കെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയും, കണ്ടില്ലേ അച്ഛ, പുതിയ വീട്ടിലോട്ട് വന്നതും ആ ഓണറിനോട് തന്നെ തുടങ്ങി അവൻ്റെ പ്രശ്നം വെയ്പ്പ്, ഇവൻ എന്താ എല്ലാവരോടും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് സുധി ചീത്ത പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സുധിയായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണ്ടതേ, അവരുടെ തല്ലുപിടുത്തമൊക്കെ തീർന്നു, അവർ പോവാ, സച്ചി വരുന്നുണ്ടെന്നൊക്കെ പറയുവാണ്. സച്ചി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സുധി ചോദിക്കുന്നുണ്ട്, എടാ എന്തിനാടാ നീ അവരോട് ബഹളം വെച്ചോണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ അവരുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, ഒരു ഹോൺ അടിക്കാതെ പോലെ അവർ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എടാ നിനക്കറിയോ അത് ആരാണ് ആ കാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതെന്ന്, അതാണ് ഈ ബംഗ്ലാവിൻ്റെ ഓണർ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ഒരു സംശയം തോന്നുവേ, ഓണറോ, ആര്, അതോ, ഇത്രയും വലിയ ബംഗ്ലാവിൻ്റെ അവകാശിയായിട്ടും അയാൾ എന്താ യൂബർ വണ്ടി പിടിച്ച് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അത് യൂബർ വണ്ടിയാണെന്ന് സച്ചിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കറിയില്ലേ, ഞാൻ ഇത്രയും വർഷമായില്ലേ വണ്ടി ഓടിക്കുന്നത്, ഒരു വണ്ടി കണ്ടാൽ എനിക്കറിയാൻ പറ്റും. എടാ അയാൾക്ക് എന്താ സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കാനുള്ള കാശൊന്നും ഇല്ലെന്ന് ചോദിക്കുവാണ്. എടാ അവർ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ യൂബർ വിളിച്ചെന്നൊക്കെ ഇരിക്കും, ഇതിപ്പോൾ ഒരു വലിയ പ്രശ്നമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ്. സച്ചി എപ്പോഴും ഭയങ്കര സംശയത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ സച്ചി ആലോചിക്കുന്നത്? അപ്പോൾ സച്ചി രവീന്ദ്രനോട് കാര്യം പറയുന്നുണ്ട്, അച്ഛാ വീട് ഇവന് ഇന്ന് കൊടുത്തിട്ട് അയാൾ എന്താ എത്ര സ്പീഡിലോട്ട് എയർപോർട്ടിലോട്ട് ഓടുന്നത്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്, നിൽക്ക്, ഞാൻ അയാളെ പോയി ഇപ്പം തന്നെ പിടിച്ച് 2 ചോദ്യം ചെയ്തിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും എല്ലാവരും കൂടി സച്ചിയെ തടയുവാണേ. 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് തന്ന മഹാനാണ് അയാളെന്നും ഇവൻ ഇതെല്ലാം നശിപ്പിക്കുമെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അയാളെ കണ്ടാൽ പറ്റിക്കുന്ന ഒരാളെ പോലെ തോന്നുവോ, എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലേ ലക്ഷ്മി കടാക്ഷമുള്ള മുഖമാണെന്ന്, വലിയ വീട്ടിലെ ആൾക്കാർക്കേ അതുപോലെയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇവനെ വെറുതെ വട്ടാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ അധിക്ഷേപിക്കുവാണ് ചന്ദ്രയും ശ്രുതിയൊക്കെ ചേർന്നിട്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി അതൊക്കെ വീട്, നീ വന്ന് വീട് കാണുമെന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും കൂടി വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോവാണ്. സച്ചി മാത്രം അപ്പോഴും ഇങ്ങനെ സംശയത്തിൽ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ചു നേരം എല്ലാവരും ആ വീടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുവാണ്. എല്ലാവർക്കും ബംഗ്ലാവ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. ചന്ദ്രയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കിട്ടിയ അവസരത്തിലൊക്കെ ശ്രുതിയും അങ്ങോട്ട് പൊക്കി അടിക്കുവാണ് എല്ലാവരുടെ മുമ്പിലും. ചന്ദ്ര താഴത്തൊന്നുമല്ല, വർഷയുടെ മുമ്പിലും പോയി പൊങ്ങച്ചം പറയുന്നുണ്ട്, വർഷേ ഈ വീട് ചുറ്റിക്കാണാൻ ഒരു ദിവസം പോലും മതിയാവില്ല, എന്തു വലിയ വീടാണല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് ഈ ഏരിയയിൽ ഈ വീട് മാത്രമല്ല ഇത്രയും വലുത്, ഇതുപോലത്തെ ഒരുപാട് വീടുകളുണ്ട് ഇതിനേക്കാളും വലുതും നല്ല ഭംഗിയുള്ളതും ആയിട്ടുള്ളത്, എന്തിന് എൻ്റെ അച്ഛനെ വരെ ഹിൽ ടോപ്പിലും ബീച്ച് ഹൗസിലൊക്കെ വീടുണ്ട്, അത് മാത്രമല്ല ബോട്ട് ഹൗസും ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ വാപൊളിച്ച് നിൽക്കുവാണേ.
സ്വന്തമായിട്ടൊരു വലിയ കപ്പൽ മേടിക്കാനുള്ള പ്ലാൻ പോലും ഉണ്ട് എൻ്റെ അച്ഛനെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പിന്നെ ഒന്നും മിണ്ടുന്നില്ല. കാരണം വർഷയുടെ അടുത്ത് സുധിയുടെ പൊങ്ങച്ചം പറച്ചിലൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി ചന്ദ്രയ്ക്ക്. ചന്ദ്ര പറയുന്നുണ്ട്, സുധി നീ എത്രയും പെട്ടെന്ന് ഒരു ഹെലികോപ്റ്റർ മേടിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാബിളിച്ച് നിൽക്കുവേ. അപ്പോൾ സുധി ചോദിക്കും, എന്തിനാ അമ്മേ ഹെലികോപ്റ്റർ? പിന്നെ വർഷ കണ്ടില്ലേ അവളുടെ അച്ഛൻ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പൊങ്ങച്ചം പറയുന്നത്. നീ ഒരു ഹെലികോപ്റ്റർ മേടിക്കണം, അപ്പോഴല്ലേ നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോവാൻ തോന്നിയാൽ അതേ കയറി പോവാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിൻ രവീന്ദ്രൻ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണേ. സുധി ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, പണ്ട് തൊട്ടേ ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഈ സുധിയോട് അസൂയാണ്. ഇവൻ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് മേടിച്ചാൽ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ അസൂയപ്പെടും. നിന്നെ നല്ലോണം ഒന്ന് ഒഴിഞ്ഞിടണമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേ അച്ഛാ ഇപ്പം നമ്മളെ ഉദ്ദേശിച്ചത്, അവൻ വീട് മേടിച്ചപ്പോൾ വീട്ടിലുള്ളവർക്ക് അസൂയാണെന്ന് അമ്മ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ 2 ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നത്, അത് നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക്, വെറുതെ ഇവിടെ വന്നു ഇനി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്നും പോവാണ്. ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, വീടൊക്കെ നല്ല വലുതാ മോളെ, പക്ഷെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒരുപാട് കാശ് ചെലവാവില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഈ വീട് നമുക്ക് വേണമെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാം, ഇപ്പോൾ എല്ലാവരും അങ്ങനെയാ, ഒരു ഭാഗത്ത് നമുക്ക് താമസിക്കുകയും ചെയ്യാം, മറുഭാഗം നമുക്ക് ഷൂട്ടിങ്ങിനും കൊടുക്കാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് മാത്രമല്ലമ്മേ വേണമെങ്കിൽ നമുക്കിത് ഗസ്റ്റ് ഹൗസ് ആയിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കുറേ ഫോറിനേഴ്സൊക്കെ വരുമ്പോഴേക്കും ഹിൽ ടോപ്പിലൊക്കെ ഇങ്ങനത്തെ ലക്ഷറി ബംഗ്ലാവൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഗസ്റ്റ് ഹൗസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തൊക്കെ പ്ലാനിങ്ങാ നിങ്ങൾക്ക്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ലോണൊക്കെ എടുക്കാൻ പോവല്ലേ ആൻറ്റി, എളുപ്പം അടച്ചു തീർക്കണ്ടേ, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോണൊക്കെ എളുപ്പം അടച്ചു തീർക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് അങ്ങോട്ട് സന്തോഷമാവാണ്. എല്ലാം എൻ്റെ ശ്രുതിമോളുടെ ഭാഗ്യമാണ്, ശ്രുതി നിൻ്റെ ഭാഗ്യമാടാന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. ആനന്ദും അതുപോലെ തന്നെ പറയുവാണ്, ഇപ്പോൾ നീ എൻ്റെ കൂടെ പഴയ പാർക്കിൽ കിടന്നിരുന്ന സുധിയല്ല, ഒരു ബംഗ്ലാവിൻ്റെ മുതലാളിയാണെന്നൊക്കെ പറഞ്ഞ് സുധിയെ പുകഴ്ത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്ര വീട്ടിലെ അഹങ്കാരം അവിടെ എടുക്കുവാണ്. രേവതിയോട് പറയുന്നുണ്ട്, രേവതി എനിക്കൊരു കോഫി എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കോഫിയോ? അപ്പോൾ ചന്ദ്ര പറയും, എന്താ നീ അത് കേട്ടിട്ടില്ലേ, പോയി കോഫി എടുത്തോണ്ട് വാ, ഫ്രിഡ്ജിൽ പാലൊക്കെ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഇവിടെ വന്നിട്ടും എന്തിനാ രേവതി ചേച്ചിയോട് കോഫി ഉണ്ടാക്കി തരാൻ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, അവൾക്ക് ചെയ്യാനറിയാവുന്ന ജോലി അതല്ലേ, അത് പോയി ചെയ്യട്ടെ അവളെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടോ അടക്കള കണ്ട അമ്മക്ക് അപ്പോൾ രേവതി ഓർമ്മ വരും. രേവതി പറയുന്നുണ്ട്, പാല് ഞാനും കണ്ടു, പക്ഷെ അത് എപ്പോൾ മേടിച്ച പാലാണെന്ന് നമുക്കറിയില്ലല്ലോ, നമ്മൾ കൊണ്ടുവന്ന പാലായിരുന്നെങ്കിൽ ഇടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, എന്നാൽ എളുപ്പം നീ പോയി അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി കൊടുക്ക് രേവതി എന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയും, ആൻറ്റി ആ പാലും വെച്ച് ആൻറ്റി കോഫി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ആൻറ്റിയെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തേണ്ടി വരും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, അതിപ്പോൾ നല്ല പാലാണെങ്കിലും ശരി, ഇവള് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ആ പാലുണ്ടാക്കി അതെൻ്റെ വയറ്റിന് പിടിക്കത്തില്ല, എനിക്കിനി കോഫി വേണ്ട എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിൽക്ക് അമ്മയ്ക്ക് ഇപ്പോൾ കോഫിയല്ല വേണ്ടത്, ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറയുവാണ്. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ ന്യൂമറോളജിസ്റ്റ് വരും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആരും ന്യൂമറോളജിസ്റ്റോ? ഈ വീടിന് പേരിടണ്ടേ, അതിനു വേണ്ടി ഞാനൊരാളെ വിളിച്ചിട്ടുണ്ട്, അതാണ് ന്യൂമറോളജിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൻ അയാളെ പറ്റിയൊന്നും അറിവില്ലടാ, അവൻ വണ്ടി ഓടിക്കുന്ന ആളല്ലേ, ഇതിനെപ്പറ്റിയൊക്കെ എന്തറിയാനാന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ സച്ചിയേട്ടനും അറിവുകളൊക്കെ ഉണ്ട്, സച്ചിയേട്ടൻ ഒരുപാട് ആൾക്കാരെ കാണുന്നതാ, അവരോട് മിണ്ടുന്നതാ, സച്ചിയേട്ടൻ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് രേവതി നല്ല മറുപടി ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്ര പക്ഷെ അപ്പോഴും ശ്രുതിയേയും ഇങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഈ അമ്മയുടെ അഹങ്കാരം നല്ലതിനല്ല, താഴത്തൊന്നും അല്ല അമ്മ ഇപ്പോൾ നിൽക്കുന്നത്, ഇത് അമ്മക്ക് ദോഷം ചെയ്യുന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.